അന്ന് സഹലിന് പകരം നമ്മൾ പ്രീതത്തിനെ കൊണ്ടുവന്നു. ഇന്ന് ജീക്സിന് പകരം അർമാൻഡോ സാദിഖിനെ കൊണ്ടുവരുന്നു. കാലഘട്ടങ്ങളിൽ മാറ്റമില്ലാതെ തുടരുന്ന ഒരേ ഒരു കലാപരിപാടി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ എങ്ങനെ തേച്ചൊട്ടിച്ച് പൊട്ടന്മാരാക്കി വിടാം, ഊക്കി വിടാം എന്നതിന്റെ മറ്റൊരു അധ്യായം കൂടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരിക്കലും അർമാൻഡോ സാദിഖിനെ വില കുറച്ച് പറയുന്ന ഒന്നുമല്ല. എന്നാൽ പോലും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലെയർ എന്ന് പറഞ്ഞിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ വാഷ് ഔട്ട് ആയിപ്പോയ തേർഡ് ചോയ്സ് പ്ലെയറെയൊക്കെയാണ് ജീക്സൺ സിംഗ് ധനോജിത്തിനെ കൊണ്ട് കളഞ്ഞിട്ട് കൊണ്ടുവരുന്നതെങ്കിൽ എന്ത് കോപ്പിലെ മാനേജ്മെന്റ് ആണ്. എത്ര എണ്ണത്തിനെ ഇതുപോലെ കൊണ്ട് തൊലച്ച് കളഞ്ഞിട്ടുണ്ട്. വെറുതെ വെറുതെ പ്രോഫിറ്റ് മാത്രം നോക്കി. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തെണ്ടിത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അവർ കിരീടങ്ങൾക്ക് വേണ്ടിയുള്ള തെണ്ടിത്തരം കാണിക്കുന്നത്, അവരുടെ വിജയങ്ങൾക്ക് വേണ്ടി അവർ ഏതറ്റം വരെയും പോകുന്നേ ഉള്ളൂ. ഇതിവിടെ അങ്ങനെയൊന്നുമല്ല. എന്ത് പറഞ്ഞാലും അർമാൻഡോ സാദിഖ് എന്ന പ്ലെയറിനെ മോശമായിട്ട് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ജീക്സൺ സിംഗ് ധനോജിത്തിനെ കൊണ്ട് കൊടുത്തിട്ട് പുള്ളിയെ മാത്രം കൊണ്ടുവരുന്നതൊക്കെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ആള് അയ്യൂർ ഐ എസ് എൽ ക്ലബിന്റെ തേർഡ് ചോയ്സ് ആയിരുന്നു. വാഷ് ഔട്ട് പ്ലെയറെ പോലെയാണ് കഴിഞ്ഞ സീസണിൽ ആളിനെ ട്രീറ്റ് ചെയ്തത്. അതൊക്കെ ഇരിക്കുമ്പം ജീക്സനെ പോലെ ഒരു ഹൈ പൊട്ടൻഷ്യൽ പ്ലെയറെ കൊണ്ട്